പ്രോസിക്യൂട്ടർ എ സുരേശന്റെ വാക്കുകളിലേക്ക് കൂടി. കേസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ജാമ്യം കൊടുക്കുന്നത് കേസിന്റെ ബാക്കി അന്വേഷണത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഇതിൽ വാദം ഉന്നയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ 11-ാം പ്രതി ദിലീപിനെതിരെ വ്യക്തവും കൃത്യവുമായ തെളിവ് പ്രോസിക്യൂഷന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ അതിൻ്റെതായ എല്ലാ രേഖകളും കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സാക്ഷിമൊഴികളും ഉണ്ട്. മറ്റുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 11-ാം പ്രതി തന്നെ സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഭാവികമായിട്ട് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളെ പോലെ സംസാരിക്കണം. അപ്പോൾ ചില കാര്യങ്ങൾ അത് പ്രോസിക്യൂഷൻ്റെ അപ്രിഹെൻഷൻസ് കോടതിനെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ജാമ്യത്തിൽ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിലെ വിക്ടിമിനടക്കം അപകടസ്ഥിതി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കോടതി ബോധിപ്പിക്കേണ്ടത്. കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനുള്ള അനുവാദം തരുന്നതിനും വേണ്ടി വരുന്നതും ഇനി വീണ്ടും കസ്റ്റഡി അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ കോടതിയിൽ നമ്മൾ സമീപിക്കുകയായിരിക്കും. എ സുരേശൻ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടിയാണ് നിലവിൽ കേട്ടത്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തവും കൃത്യവുമായ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയെ സമീപിച്ചത്. ആ വാദഗതികൾ കൂടി മുഖവിലേക്കെടുത്തുകൊണ്ടാണ് ദിലീപിന് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സിബി ചേരുന്നു അങ്കമാലി കോടതി പരിസരത്ത് നിന്ന്. സിബി, ഏറ്റവും പുതിയ വിവരം കൂടി. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതിക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന അഭിഭാഷകരോട് നമുക്ക് ചോദിക്കാം. കാരണം ഇപ്പോൾ അങ്കമാലിയിലെ ബാർ കൗൺസിലിൻ്റെ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, എന്തൊക്കെ കോടതിയിലെ നടപടികളാണ് നടന്നത്? ഇന്ന് 5 മണി വരെയാണ് ദിലീപിൻ്റെ പോലീസ് കസ്റ്റഡി മജിസ്ട്രേറ്റ് ഉത്തരവായിരുന്നത്. ആ സമയം ഇന്ന് 5 മണിക്ക് തീരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ തീരുമാനമനുസരിച്ച് ഇന്ന് ആഫ്റ്റർ ലഞ്ച് 3:30 മണിയോടുകൂടി ദിലീപിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചു. ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രാംകുമാർ സാറിൻ്റെ വാദമാണ് ഇന്ന് പ്രധാനമായും നടന്നത്. ദിലീപിൻ്റെ പേരിൽ ഒരു ആരോപണവും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് കൃത്രിമമായി ചില തെളിവുകൾ ഉണ്ടാക്കുന്നതല്ലാതെ ദിലീപിനെ കണക്ട് ചെയ്യാവുന്ന, 1-ാം പ്രതി സുനിയുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു തെളിവും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാദത്തിലാണ് അദ്ദേഹം ഉറച്ചു നിന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞു അത് കോടതി മുമ്പാകെ മതിയായ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് ഗൂഢാലോചന സംബന്ധിച്ച കേസായതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് ദൈർഘ്യമുണ്ടാകും. അതുകൊണ്ട് ഓരോ ദിവസവും ചെല്ലുന്തോറും പുതിയ പുതിയ തെളിവുകൾ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തെളിവുകൾ കോടതി മുമ്പാകെ ലഭിച്ച തെളിവുകളെല്ലാം ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതെല്ലാം പരസ്യമായി ഇപ്പോൾ ഇവിടെ വാദിക്കാൻ കഴിയില്ല. പക്ഷെ അതെല്ലാം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ പ്രതിയെ സംബന്ധിച്ച് പ്രതിയെ കണക്ട് ചെയ്യാവുന്ന, ഈ കേസിൽ പ്രതി കുറ്റവാളിയാണെന്ന് തെളിയിക്കാവുന്ന രേഖകളെല്ലാം ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പക്ഷെ നേരെ മറിച്ച് ഒരു തെളിവുകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിയുടെ ദിലീപിൻ്റെ വക്കീൽ രാംകുമാർ സാറ് ഇവിടെ വാദിച്ചത്. കൂടാതെ അദ്ദേഹം ദിലീപിൻ്റെ 2 മൊബൈൽ കൂടി ഇന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ആ മൊബൈലിൽ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അതിലൊന്നുമില്ല. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപിൻ്റെ മൊബൈൽ ഫോണുകളാണ് പ്രധാനമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. പക്ഷേ അത് കോടതി മുമ്പാകെ ഇപ്പോൾ ദിലീപിൻ്റെ വക്കീൽ ഹാജരാക്കിയിരിക്കുകയാണ്. ആ മൊബൈൽ ഫോണിൽ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് നിരപരാധിയാണ് ദിലീപ്. ഈ ഫോണിൽ നിന്നും പ്രതിയെ കണക്ട് ചെയ്യാവുന്ന ഒരു കോളുകളും നടത്തിയിട്ടില്ല, ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രധാനമായി അരുൺ, ഇപ്പോൾ അഡ്വക്കേറ്റ് കെ രാംകുമാർ തന്നെ വരുന്നു. നമുക്ക് അദ്ദേഹത്തെ തന്നെ ചോദിക്കാം കാര്യങ്ങൾ. Petition will be filed in the High Court on Monday morning. Okay. Yeah. You have filed a petition. The High Court will come up for hearing on Monday morning. Probably same day it may come. The prosecution said he could tamper with evidence. The prosecution said he could tamper with witnesses and evidence.
ജാമ്യം നിഷേധിക്കപ്പെട്ടത് ജാമ്യം നിഷേധിച്ചത് ഒരൊറ്റ പാരഗ്രാഫേ ഉള്ളൂ, ഒന്നും പരിഗണിച്ചിട്ടില്ല. ഗൗരവമുള്ള കുറ്റമായതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച തന്നെ കൊടുക്കും. അതെങ്ങനെ ഇപ്പൊ മുൻകൂട്ടി പറയാം? ടെലിഫോൺ സറണ്ടർ ചെയ്യാനുള്ള ഹർജി അനുവദിച്ചു. അത് ആദ്യം ജാമ്യം കിട്ടിയതിന് ശേഷം. പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹം ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഗൗരവമുള്ള കുറ്റമായതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാനാകില്ല എന്ന ഒറ്റ പാരഗ്രാഫിലുള്ള വിധിന്യായം അതുകൂടിയാണ് ഉണ്ടായിരുന്നത്. മറ്റ് വശങ്ങളൊന്നും പരിഗണിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിങ്കളാഴ്ച വളരെ അടുത്ത് തന്നെ തിങ്കളാഴ്ച രാവിലെ തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകും എന്നും അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞു. എന്നാൽ നേരത്തെ സുരേശൻ ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം പറഞ്ഞത് ലഭിച്ച തെളിവുകൾ കോടതിക്ക് മുന്നിൽ വളരെ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ട്. മറ്റ് അഭിഭാഷകർ പറഞ്ഞ കാര്യം കൂടി, ഗൂഢാലോചനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഗൂഢാലോചന കുറ്റമായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ഉണ്ടാകും. ഇതുവരെ ലഭിച്ച എല്ലാ തെളിവുകളും കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി നടപടികളിൽ കോടതിയിൽ എന്താണ് നടന്നത് എന്നതിന്റെ ഒരു ദൃക്സാക്ഷി വിവരണം കൂടിയാണ് അഭിഭാഷകൻ അവിടെ നിന്ന് നടത്തുകയും ചെയ്തത്. അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. തിങ്കളാഴ്ച രാവിലെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും, കോടതിയെ സമീപിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഗൗരവമുള്ള കുറ്റമായതുകൊണ്ട് ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്ന നിരീക്ഷണമാണ് കോടതി ഇക്കാര്യത്തിൽ നടത്തിയത്. മറ്റു കാര്യങ്ങൾ പരിഗണിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിബി ജോസഫ് ചേരുന്നു. സിബി, എന്താണ് പ്രതിഭാഗം അഭിഭാഷകൻ ഏറ്റവും ഒടുവിലായി പറഞ്ഞത്? ഈ തിങ്കളാഴ്ച രാവിലെ തന്നെ കോടതിയെ സമീപിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അരുൺ, തിങ്കളാഴ്ച രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞത്. ഇദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഗൗരവകരമായ കുറ്റമായതുകൊണ്ട് ഈ ജാമ്യം ഇവിടെ അങ്കമാലി കോടതിയിൽ അനുവദിച്ചില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഹൈക്കോടതിയും അദ്ദേഹം ഇതേ വാദം തന്നെയാവും പുലർത്താൻ പോവുകയെന്ന് പറഞ്ഞു. എന്തായാലും വളരെ കുറച്ച് വാക്കുകളിൽ മാത്രമേ അദ്ദേഹം പ്രതികരിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇതിൽ ജാമ്യം ലഭിച്ചില്ല, അത് ഗൗരവകരമായ കുറ്റമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ച് അത് കോടതി അംഗീകരിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ തങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും തീർത്തും ആത്മവിശ്വാസത്തോടെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉയർത്തിയ പ്രധാന വാദപ്രതിവാദങ്ങൾ തന്നെയാവും ഹൈക്കോടതിയിലും അദ്ദേഹം ഉയർത്തുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ തെളിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്കമാലി കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അങ്കമാലി കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആദ്യം ദിലീപിനെ അങ്കമാലി കോടതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ തിരിച്ച് കൊണ്ടുപോവുകയുണ്ടായി. പക്ഷേ ഈ രണ്ട് മുദ്രവെച്ച കവറിൽ ഏൽപ്പിച്ച രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിന്റെ പാസ്വേഡ് അൺലോക്ക് ചെയ്യുന്നതിന് വീണ്ടും തിരികെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സാഹചര്യം എന്നുള്ളത്. എന്തായാലും ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതായത് ഗൗരവമുള്ള കുറ്റമായതുകൊണ്ട് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ ഗൗരവമുള്ള കുറ്റമായതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്നാണ് കോടതി പറഞ്ഞത് എന്നാണ് പറയുന്നത്. എന്തായാലും തിങ്കളാഴ്ച രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ് പ്രതിഭാഗം. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, മറ്റ് പുതിയ വിവരങ്ങൾ കൂടി. ഒരു നിമിഷം, റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദഗതികളെ പൂർണ്ണമായും മുഖവിലേക്കെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടുകൂടിയാണ് ഈ ജാമ്യം നിഷേധിച്ചത്. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദഗതികൾ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഒന്നാം സാക്ഷിയുടെ കൊടുംകുറ്റവാളിയായ ഒന്നാം പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ല എന്നായിരുന്നല്ലോ അവർ വാദിച്ചത്. പക്ഷേ അതിനെ മുഖവിലേക്കെടുത്തില്ല. ഈ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തെ, പ്രോസിക്യൂഷന്റെ വാദഗതികളെ ഒക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ശ്രീ ജോർജ് ജോസഫ്.
ജോർജ് ജോസഫ് കേൾക്കാമോ? ഹലോ, കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? കേൾക്കുന്നില്ല. ഹലോ, എനിക്ക് കേൾക്കുന്നില്ല. വലിയ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. എന്താ പറഞ്ഞ? കേൾക്കത്തില്ല. ദിലീപിന് ജാമ്യം നിഷേധിച്ച സാഹചര്യം ഉണ്ടായല്ലോ. പ്രോസിക്യൂഷന്റെ വാദഗതികളെ പൂർണ്ണമായും കോടതി അംഗീകരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ശബ്ദം വല്ലാത്ത ശബ്ദം കേൾക്കുന്നല്ലോ. ഹലോ, അങ്ങോട്ട് ടെലിഫോൺ ലൈനിൽ എന്തോ സാങ്കേതികമായ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു. താങ്കളിലേക്ക് തന്നെ മടങ്ങി വരാം. എന്തായാലും ജാമ്യം നിഷേധിച്ച സാഹചര്യം കൂടിയാണുള്ളത്. സാലി, വളരെ കൃത്യമായ എവിഡൻസ് ആണ് ഇതുമായി ഉള്ളത് എന്നാണ് പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ച അഭിഭാഷകൻ പറയുകയും സുരേഷ് നടക്കാവ് പറയുകയും ചെയ്തതാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് ആണ് പറയുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ ഗൂഢാലോചന സംബന്ധിച്ച കേസ് ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണവും അതിന്റെ തെളിവും കോടതിയിൽ സമർപ്പിക്കാനാകും. ഇതുവരെയുള്ള സമ്പൂർണ്ണ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നല്ലോ. എന്താണ് ഈ കേസിന്റെ നിലവിലെ ഗതി എന്നാണ് കരുതാനാവുക? അരുൺ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് തന്നെയാണ്. കാരണം കൃത്യമായ തെളിവുകൾ ഇക്കാര്യത്തിൽ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ട് എന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത്. അത് തന്നെ മാത്രമല്ല, ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുന്നോടിയായി കേസ് ഡയറി സീൽ വെച്ച കവറിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് ഇതുവരെ നടന്ന കേസന്വേഷണത്തിന്റെ പുരോഗതി, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം വിശദീകരിക്കുന്നതാണ് CD. അത് കൃത്യമായി മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തിച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാവണം മജിസ്ട്രേറ്റ് ഏതായാലും ഇക്കാര്യത്തിൽ ജാമ്യ ഹർജിക്കെതിരായി വിധി പറഞ്ഞത് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി ജാമ്യാപേക്ഷയെ എതിർക്കുന്ന സാഹചര്യവും ഉണ്ടായി. അത് കോടതി മുഖവിലക്കെടുത്തിരിക്കുന്നു. പ്രതിക്ക് വേണ്ടി പ്രതിഭാഗം അഭിഭാഷകൻ നിരത്തിയ വാദങ്ങളൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഒരു കാര്യം വ്യക്തമാണ്, ദിലീപിനെതിരെ അതിശക്തമായ തെളിവുകൾ ഇതിനകം തന്നെ പ്രോസിക്യൂഷൻ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ദിലീപിനെ ഈ കേസുമായി ലിങ്ക് ചെയ്യാൻ തോന്നുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് അറസ്റ്റ് നടന്നത്. ഇനി അനുബന്ധ ചില തെളിവുകൾ, അനുബന്ധമായ ചില മൊഴികളും കൂടി ലഭിച്ചാൽ ഈ കേസ് അന്വേഷണം ഏതാണ്ട് പൂർത്തിയാകും. ദിലീപിനെ കേന്ദ്രീകരിച്ചുള്ളത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞതിൻ്റെ കാരണവും. പ്രധാനപ്പെട്ട കാര്യം, ദിലീപ് ഇപ്പോൾ പുറത്തു വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ്. അതിലൊന്ന് പ്രധാനമായും ദിലീപിൻ്റെ ഡ്രൈവർ അപ്പുണ്ണി ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദിലീപിൻ്റെ ഡ്രൈവറായ അപ്പുണ്ണി ഈ കാര്യത്തിൽ ഗൂഢാലോചനയിൽ അടക്കം ആദ്യന്തം പങ്കെടുത്ത ഒരാളാണ്. അയാൾ ഒളിവിൽ പോയിരിക്കുന്നു. അയാളുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫാണ്. അയാൾ കേരളം വിട്ടിരിക്കുന്നു. അങ്ങനെ ഗുരുതരമായൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ദിലീപ് പുറത്തേക്ക് ഇറങ്ങുന്നത് അത് കേസന്വേഷണത്തെയും അപ്പുണ്ണിയുടെ അറസ്റ്റിനെയും ഒക്കെ ബാധിക്കും എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിലീപിന് അനുകൂലമായി ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ പെയ്ഡായ ഒരു ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു PR ഏജൻസിയെ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി ഒരു പ്രചരണം നടക്കുന്നു. വലിയ പ്രചരണമാണത്. ദിലീപിൻ്റെ സ്വാധീനമാണത് വ്യക്തമാക്കുന്നത്. ജയിലിനുള്ളിൽ, അഴികൾക്കുള്ളിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഒരു പ്രതിക്ക് ഇത്രമാത്രം സ്വാധീനമുണ്ടെങ്കിൽ അയാൾ പുറത്തു വന്നാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിൽ ഇടപെടലായി മാറും. സ്വാഭാവികമായും ഈ സാക്ഷികളെ സ്വാധീനിക്കും. അത് അന്വേഷണത്തെ അട്ടിമറിക്കും. ഒരു നിമിഷം, റിട്ടയർഡ് SP ജോർജ് ജോസഫ് അദ്ദേഹം ഒരിക്കൽ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഈ ദിലീപിന് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായല്ലോ. പ്രോസിക്യൂഷന്റെ വാദഗതികളെ പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? ടെലിഫോൺ ലൈൻ വീണ്ടും കട്ടായി. അദ്ദേഹത്തെ വരുന്ന മിനിറ്റുകളിൽ വീണ്ടും പ്രതീക്ഷിക്കാം. ദിലീപിന് ജാമ്യം നിഷേധിച്ച സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിമിഷങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള മണിക്കൂറുകൾ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തായാലും വളരെ ഗൗരവമായ സാഹചര്യങ്ങൾ, സമൂഹ മാധ്യമങ്ങളിൽ ദിലീപിന് അനുകൂലമായി പ്രചാരണം നടക്കുന്നു എന്നതടക്കമുള്ള വാദഗതികൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അത് പൂർണ്ണമായും കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്നാൽ അഡ്വക്കേറ്റ് രാംകുമാർ, പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ, അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഗൗരവമുള്ള കേസ് ആയതുകൊണ്ടാണ് ജാമ്യം അനുവദിക്കാതിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് നേരത്തെ പറയുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ, അതായത് തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ് പ്രതിഭാഗം എന്നാണ് അറിയാൻ കഴിയുന്നത്. സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി. സാലി, പുതിയ വിവരങ്ങൾ കൂടി.
അരുൺ, തീർച്ചയായും ഏറ്റവും പുതിയ വിവരം ഇനി അവരുടെ നിയമ നടപടി, ദിലീപിന്റെ നിയമ നടപടി എന്താകും എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് അപ്പീലാണ്. ഹൈക്കോടതിയെ തന്നെയാണ് സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് രാംകുമാറിന്റെ വാചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തിങ്കളാഴ്ച തന്നെ രാവിലെ ഇനി നാളെ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ് ഇനി ഹൈക്കോടതി പ്രവർത്തിക്കുക. തിങ്കളാഴ്ച രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഏതായാലും ഫയൽ എത്തും, ഹർജി എത്തും എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. സ്വാഭാവികമായും തിങ്കളാഴ്ച 1:45 പരിഗണിക്കുന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ വ്യവസ്ഥകളുണ്ട്. ടുഡേ ഇട്ട് അപേക്ഷ സമർപ്പിക്കാൻ അന്ന് തന്നെ കേൾക്കുന്ന രീതിയിൽ കോടതിയെ സമീപിക്കാം. സാലി, ഒരു നിമിഷം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശിവൻ മഠത്തിൽ, ഈ ജാമ്യം നിഷേധിക്കലിന്റെ സാങ്കേതികതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത്ര വലിയ ഗൗരവമുള്ള കുറ്റകൃത്യം അത് സ്വയം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ, അതോ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദഗതികൾ അത് ഗൗരവമുള്ളതാണ് എന്ന് കരുതുന്നത് കൊണ്ടാണോ? ഇനിയിപ്പോ ഉടൻ തന്നെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണല്ലോ, എങ്ങനെയാണ് താങ്കൾ കാണുന്നതിനെ? എനിക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യം വ്യക്തമായില്ല. കാരണം വളരെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ടാവും. അതായത് ഈ ജാമ്യം നിഷേധിക്കലിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഗൗരവമുള്ള ഒരു കുറ്റമായതുകൊണ്ട് തന്നെ കോടതിക്ക് സ്വയം ബോധ്യപ്പെട്ടെടുത്ത ഒരു തീരുമാനമാണോ, അതോ പ്രോസിക്യൂഷന്റെ വിജയമായാണോ ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് ഇതിന്റെ സാങ്കേതികത? രണ്ടും അതിന്റെ കാരണങ്ങളാണ്. താങ്കൾ സൂചിപ്പിച്ച രണ്ടും അതിന്റെ കാരണങ്ങളാണ്. ഒന്ന്, ഗൗരവമുള്ള സംഭവമാണെന്നുള്ള കാര്യത്തിൽ സാഹചര്യം തർക്കവുമില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതിലിനി ഒരുപാട് കാര്യങ്ങൾ തെളിവുകൾ കണ്ടെടുക്കാനുണ്ട്, പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട്, പ്രധാന പ്രതികളായി നിൽക്കുന്നവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ പ്രോസിക്യൂഷൻ അത് ശക്തമായ രീതിയിൽ ഉന്നയിച്ചുകൊണ്ടാണല്ലോ ബെയിൽ നിഷേധിക്കപ്പെട്ടത്. വളരെ നേരത്തെ തന്നെ, ഇനിയിപ്പോ അടുത്ത് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് കേൾക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ തന്നെ അത് ഉണ്ടാകുമെന്നാണ് അഡ്വക്കേറ്റ് രാംകുമാർ പറയുകയും ചെയ്തത്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസുകളായതുകൊണ്ട് തന്നെ ഒരു ദീർഘവീക്ഷണത്തോടെ ഇക്കാര്യത്തിൽ നമുക്ക് ഒന്നും ആർക്കും പറയാനാവില്ല. എങ്കിലും ഇതിന്റെ ഒരു സാധ്യത എന്താണ് നിയമവിദഗ്ധൻ എന്ന രീതിയിൽ താങ്കൾ കാണുന്നത്? അല്ല, ഈ നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ സംഭവിച്ച ആ കാരണം തന്നെ നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സംഭവത്തിന്റെ ഗൗരവം, ഇതൊരു വെറും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനോ മാത്രമായി സംഭവിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല ഇത്. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് അടുത്ത കാലത്ത് പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ പലതും പുറത്തു വന്നിട്ടിരിക്കുകയാണ്. ആധികാരികമായിട്ട് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും സംഭവങ്ങൾ വളരെ ബഹുമുഖ. അപ്പൊ തീർച്ചയായിട്ടും ഹൈക്കോടതി പോകുമ്പോഴും ഈ ഗൗരവം അവിടെ ചോർന്നു പോകുന്നില്ല. ഈ സംഭവത്തിന്റെ ഗൗരവം അത് ഈ പറഞ്ഞ ബെയിൽ കൊടുത്താൽ ആ ബെയില് കിട്ടുന്ന ആള് സാക്ഷികളെ സ്വാധീനിക്കും, തെളിവ് നശിപ്പിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വളരെ പ്രധാനമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ കണ്ടെടുക്കാനുണ്ട്. ഈ മുദ്ര വെച്ച കവറിൽ 2 ഫോണുകൾ അവിടെ ഹാജരാക്കിയിരുന്നല്ലോ കോടതിയിൽ. അതായത് പോലീസിനെ വിശ്വാസമില്ല, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കൃത്രിമം കാട്ടും എന്ന തരത്തിൽ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഈ നിങ്ങളുടെ ലൈനിൽ ഒരുപാട് ശബ്ദങ്ങൾ. യെസ്, ചില ഡിസ്റ്റർബൻസ് ഈ ടെലിഫോൺ ലൈനിൽ ഉള്ളത് കൊണ്ട് കൂടിയാണ്. എന്തായാലും ഇതിന്റെ നിയമസാധ്യതകളെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സാലി, പുതിയ അപ്ഡേഷൻസ് കൂടി, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. അരുൺ, ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. രാംകുമാറിന്റെ വാക്കുകൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. തിങ്കളാഴ്ച ഒരുപക്ഷെ വിധി ഉണ്ടാവില്ല, പോലീസിന്റെ നിലപാടറിയാൻ. പക്ഷേ വരുന്ന വാരം ഇക്കാര്യത്തിൽ തുടർച്ചയായ നിയമ യുദ്ധത്തിൻ്റെതാണ് എന്ന് വ്യക്തമാണ്. കാരണം അഡ്വക്കേറ്റ് രാംകുമാറിനെ പോലുള്ള പ്രഗത്ഭനായ അഭിഭാഷകനെ തന്നെ ദിലീപ് രംഗത്ത് ഇറക്കിയിരിക്കുന്നു. മാത്രവുമല്ല, ഏതായാലും നമുക്ക് ലഭിച്ച ഒരു വിവരം, സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അഭിഭാഷകൻ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഹാജരായേക്കാം എന്നും കേൾക്കുന്നു. ഏതായാലും നിയമത്തിന്റെ ഏതറ്റവും വരെയും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വലിയ സാമ്പത്തിക സ്വാധീനവും ശക്തിയും ഒക്കെയുള്ള പ്രതി അത് ശ്രമിക്കുക സ്വാഭാവികം തന്നെയാണ്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ നിയമ പോരാട്ടത്തിൻ്റെ തന്നെയായിരിക്കും. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഇപ്പോൾ പോയിരിക്കുന്നത് ജയിലിലേക്കാണ്. ഇനി ദിലീപിന് 2 ദിവസത്തേക്ക് ഏതായാലും 25-ാം തീയതി വരെ ചോദ്യം ചെയ്യലുണ്ടാവില്ല. പക്ഷേ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണമെങ്കിൽ ഇനി ഇടയ്ക്ക് കസ്റ്റഡിയിൽ വേണമെന്നൊരു അപേക്ഷയുമായി പോലീസിന് വേണമെങ്കിൽ മജിസ്ട്രേറ്റിനെ സമീപിക്കാം. തൽക്കാലം അതിന് സാധ്യതയില്ല. അതിന് സാധ്യത ഉള്ളത് അപ്പുണ്ണി പിടിയിലായാൽ മാത്രമാണ്. അപ്പുണ്ണി പിടിയിലായാൽ അപ്പുണ്ണിയെ ചോദ്യം ചെയ്തതിന് ശേഷം രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതിനുവേണ്ടി
വേണ്ടിയാണ്. അതിനുവേണ്ടി ഒരുപക്ഷെ ദിലീപിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കാം. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ 25-ാം തീയതി വരെ ആലുവ സബ് ജയിലിലാണ് ദിലീപ് ഉള്ളത്. ദിലീപിനെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. ഇനി പോലീസിന്റെ പ്രധാന ശ്രദ്ധ അപ്പുണ്ണിയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ചൊവ്വാഴ്ച പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ ഒരു ഹർജി ഹൈക്കോടതിയിലുണ്ട്. അതായത് തന്നെ അറസ്റ്റ് ചെയ്ത് തടയണം, തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിലുണ്ട്. അത് ചൊവ്വാഴ്ച വിധി പറയും. അതുവരെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് അദ്ദേഹം ഒരിക്കൽ കൂടി നമുക്ക് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ ജാമ്യം നിഷേധിക്കലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ജാമ്യം എന്തായാലും ഈ കോടതിയില് ജാമ്യം കൊടുക്കാൻ ആ കോടതിക്ക് അധികാരമില്ല. കാരണം അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കുന്ന അല്ല എന്ന് ബോധ്യം വരണം കോടതിക്ക്. അത് നിലനിൽക്കുന്ന ആണെന്ന് വന്നു കഴിഞ്ഞാല് ആ കോടതി ജാമ്യം നിഷേധിക്കും. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ 120യും അതുപോലെ തന്നെ ലൈഫ് ഇംപ്രിസൺമെന്റ്, കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള അധികാരമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അത് ജാമ്യം തള്ളും. അതിപ്പം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം സെഷൻസ് കോടതിയിലേക്ക് ദിലീപിന്റെ വക്കീല് മൂവ് ചെയ്യും. അത് തിങ്കളാഴ്ച ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് അവിടെ അതിനൊരു തീരുമാനം എത്തും. അവിടെയും ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവിടെയും കേസ് ഡയറി ആ കോടതി സെഷൻസ് കോടതി നോക്കും. അതിനകത്തുള്ള എവിഡൻസ് എവിടം വരെ ഇദ്ദേഹത്തിന് എതിരായിട്ടുണ്ട് എന്ന് പരിശോധിക്കും. ഇനി എത്രത്തോളം എവിഡൻസ് പോലീസ് അതിനകത്ത് കളക്ട് ചെയ്യാനുണ്ടാവും, പോലീസ് ആ കേസ് ഡയറി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രതിയെ ഇപ്പം വിടുന്നത് ആ കേസിന് ദോഷം ചെയ്യുമെന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ ആ കോടതിയും ജാമ്യം നിഷേധിക്കും. ഏതായാലും ആ കോടതിയും ജാമ്യം നിഷേധിക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത്. കാരണം വൈറ്റിലായ ചില പ്രതികള് അപ്പുണ്ണി മുങ്ങി, അപ്പുണ്ണിയെ ഏതായാലും അറസ്റ്റ് ചെയ്യണം. പ്രജീഷ് ചാക്കോയെ ചൊവ്വാഴ്ച കോടതിയുടെ ആ തീരുമാനം അറിഞ്ഞിട്ട് മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവുള്ളൂ. അത് കണ്ടീഷൻ ബെയിൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അനുസരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പോലീസ് നീങ്ങുള്ളൂ. അപ്പൊ ഇതിനകത്ത് കേസ് ഡയറിക്കകത്ത് എന്തായാലും മതിയായ തെളിവുകൾ ഇപ്പം തന്നെ സമാഹരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇനി മുന്നോട്ടുള്ള പ്രയാണം അല്പം ദുഷ്കരമാണ്. ഇപ്പം എന്തായാലും ആ മൊബൈൽ ഫോണ് ഇപ്പം പ്രതിഭാഗം ഹാജരാക്കിയത് ഒരു പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ട്. അത്ര മാത്രം ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇത് ശരിക്കും ഈ അഡ്വക്കേറ്റ് രാംകുമാർ, പ്രതിഭാവം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ, അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഈ കേസിന്റെ മെറിറ്റിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കോടതി പോയില്ല, ഒരു കണ്ണികയിലുള്ള വിധിന്യായമായിരുന്നു. കാരണം കേസ് ഗൗരവമുള്ളത് ആയതുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ ഒരു ഗൗരവം സ്വയം ബോധ്യമായ കോടതി അങ്ങനെ ജാമ്യം നിഷേധിച്ചതാണോ, അതോ ഇത് പൂർണ്ണമായും പ്രോസിക്യൂഷന്റെ വിജയമായി ഇതിനെ കാണാമോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു നിലവിലെ സാഹചര്യം? എനിക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. വേറെ ഒത്തിരി ശബ്ദങ്ങൾ വരുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. യെസ്, ടെലിഫോൺ ലൈനിൽ വീണ്ടും എന്തോ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ദിലീപിന് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായത്. തിങ്കളാഴ്ച തന്നെ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിഭാഗം അഭിഭാഷകർ. കാര്യം അഡ്വക്കേറ്റ് രാംകുമാർ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, പുതിയ വിവരങ്ങൾ കൂടി. അരുൺ, തിങ്കളാഴ്ച ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും അതിനേക്കാൾ മുൻപ് അന്വേഷണ സംഘത്തിന് ഇനി കടക്കാനുള്ള പ്രധാന കടമ്പകൾ അപ്പുണ്ണിയുടെ അറസ്റ്റാണ്. ഹൈക്കോടതി എന്തു പറയുന്നു എന്ന് അനുസരിച്ച് അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ കാര്യത്തിൽ ഉണ്ടാകും. പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യണോ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണോ എന്നുള്ളതൊക്കെ വളരെ നിർണായകമാണ്. കാരണം പോലീസിന് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടെത്താനുള്ളത് ദൃശ്യങ്ങൾ പകർത്തിയ MI മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ ആരുടെ കൈവശമുണ്ട് എന്നുള്ളത് ഒരു വ്യക്തത കുറവ് ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ പൾസർ സുനിയുടെ മൊഴിയിൽ അക്കാര്യത്തിൽ വളരെ വ്യക്തമായൊരു മൊഴിയുണ്ട്. കാരണം താൻ ഫോൺ കൈമാറിയത് അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയ്ക്കാണ്. പ്രതീഷ് ചാക്കോയെ താൻ കണ്ടത് ദിലീപ് പറഞ്ഞതനുസരിച്ചാണ്. പ്രതീഷ് ചാക്കോ ഈ ഫോൺ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, ലോക്കറിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് താൻ പ്രതീഷ് ചാക്കോയ്ക്ക് ഫോൺ കൈമാറി. ഫോൺ
പ്രതീഷ് ചാക്കോ തൻ്റെ പോക്കറ്റിൽ നിക്ഷേപിക്കുന്നത് താൻ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് പ്രതീഷ് ചാക്കോ ഈ ഫോൺ ദിലീപിന് കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ കൈവശമാണ് ഇപ്പോൾ ഫോൺ ഉള്ളത്. അക്കാര്യം പോലീസ് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. പക്ഷേ അതിന് ഒരു നടപടികളിലേക്ക് കടക്കണമെങ്കിൽ പ്രതീഷ് ചാക്കോയിൽ നിന്ന് ചോദ്യം ചെയ്തതിന് ശേഷം പ്രതീഷ് ചാക്കോ പറയണം താൻ ഈ ഫോൺ ദിലീപിന് കൈമാറിയിട്ടുണ്ട് എന്ന് പ്രതീഷ് ചാക്കോയുടെ മൊഴി ഉണ്ടെങ്കിൽ അതിന് എളുപ്പമാണ്. അപ്പോൾ പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി പോലീസിനുള്ള കാര്യം. ഒപ്പം തന്നെ സമാന്തരമായി ഒളിവിൽ പോയ അപ്പുണ്ണിക്കായി വലവീശണം. ഇതിനകം തന്നെ വലിയ അന്വേഷണത്തിലാണ് പോലീസ്. കേരളം വിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് രഹസ്യമായി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിൻ്റേത് അടക്കം ആ സഹായം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം തെന്നിന്ത്യയിലാകെ പ്രശസ്തയായ ഒരു താരത്തിനുണ്ടായ ഒരു ദുരനുഭവമാണിത്. അക്കാര്യത്തിൽ വലിയ സഹകരണം തമിഴ്നാട്ടിലെയും ഒക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നമ്മോട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അപ്പുണ്ണിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന് ഉൾപ്പെടെ കൈമാറിക്കൊണ്ട് വലിയ വിപുലമായ ഒരു വലവീശൽ തന്നെ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിലീപ് അറസ്റ്റിലായ അതിനു മുമ്പ് വരെ അപ്പുണ്ണി ആലുവയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസിന്റെ ശ്രദ്ധ വെട്ടിച്ച് അപ്പുണ്ണി ഇതിനിടയിൽ ഒളിവിൽ പോവുകയായിരുന്നു. അപ്പുണ്ണിക്ക് 5 മൊബൈൽ ഫോണുണ്ട്, 5ഉം സ്വിച്ച് ഓഫ് ആണ്. അതൊക്കെ കൊണ്ട് തന്നെ അപ്പുണ്ണി ഇപ്പോൾ എവിടെയുണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല. പക്ഷേ പോലീസിന് ചില കണക്കൂട്ടലുകളുണ്ട്. അത്തരം കേന്ദ്രങ്ങളിലെല്ലാം പോലീസ് വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള പോലീസിന്റെ സഹകരണവും അതിന് തേടിയിട്ടുണ്ട്. അപ്പോൾ അപ്പുണ്ണിയെ കിട്ടിയാൽ ആ കാര്യത്തിൽ ഒരു നിർണായക ചുവടുവയ്പ് നടത്താൻ കഴിയും. അപ്പുണ്ണിയെ കിട്ടുകയും അപ്പുണ്ണിയെ ഒരു വട്ടം ചോദ്യം ചെയ്യുകയും പൂർത്തിയാക്കുകയും ചെയ്താൽ സ്വാഭാവികമായും പോലീസ് ഒരിക്കൽ കൂടി ദിലീപിനെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വീണ്ടും കടക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ പേരിലേക്കും ഒരു പക്ഷേ മൊഴിയെടുപ്പും ഒക്കെ കടന്നേക്കാം. അതിന് പ്രധാനപ്പെട്ട കാര്യം ശരി സാലി, ഒരു നിമിഷം. ഇപ്പോൾ ആലുവ സബ് ജയിലിന് മുന്നിൽ നമ്മുടെ പ്രതിനിധി നികേഷ് ചേരുന്നു. നികേഷ്, ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസായ ആലുവ പോലീസ് ക്ലബ്ബിലായിരുന്നല്ലോ 2 ദിവസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സബ് ജയിലിലേക്ക് എത്തുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. എന്താണ് അവിടുത്തെ അവസ്ഥ, നിലവിലെ സ്ഥിതി? അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് നഷ്ടയുടെയാണ് കോടതിയിൽ നിന്ന് ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടായി. ദിലീപിന്റെ കോടതിയിൽ സമർപ്പിച്ച 2 ഫോണ് അൺലോക്ക് ചെയ്യാൻ കോടതി ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ദിലീപിനെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. 5 മണിയോടെ അല്ലെങ്കിൽ 5:10 ആലുവയിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് കാരണം ഈ തിരിച്ചു പോകേണ്ടി വന്നത് കാരണം ഏറെ വൈകിയാണ് ദിലീപിനെയും കൊണ്ട് പോലീസ് സംഘം ആലുവ സബ് കോടതിയിൽ എത്തിയത്. ആലുവ പോലീസ് ക്ലബിന് മുമ്പിൽ ജനക്കൂട്ടമോ മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ അനുകൂലമായോ പ്രതികാരമായോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അവിടെ പോലീസിനെ വിന്യസിച്ചിരുന്നില്ല. പക്ഷേ കനത്ത സുരക്ഷയിലാണ് ദിലീപിനെ കൊണ്ടുപോയത്. പക്ഷേ ആലുവ സബ് ജയിലിന് മുന്നിൽ സ്ഥിതി വിഭിന്നമായിരുന്നു. ദിലീപിനെ ജയിലിൽ എത്തിക്കുന്നത് അറിഞ്ഞ് വലിയ ജനക്കൂട്ടം അവിടെ കൂടി നിന്നിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ ജനക്കൂട്ടം അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദിലീപിനെ റോട്ടിലൂടെ ഒരല്പനേരം നടത്തിക്കൊണ്ടു വേണം ജയിലിലേക്ക് പ്രവേശിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ദിലീപ് ഏകദേശം 5:42 സബ് ജയിലിന് മുമ്പിൽ എത്തിയത്. ആദ്യം വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ദിലീപിന് അനുകൂലമായി ചിലർ മുദ്രാവാക്യം വിളിച്ചു. ദിലീപിന് അഭിവാദ്യങ്ങൾ എന്നുള്ള തലത്തിലാണ് മുദ്രാവാക്യം വിളികൾ ഉണ്ടായത്. ഇതിനെ തുടർന്ന് അവിടെ കൂടിയിരുന്ന മറ്റുള്ളവർ ദിലീപിനെ കൂക്കി വിളിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ഇരുകൂട്ടരെയും സ്ഥലത്തു നിന്ന് തള്ളി നീക്കി. 24 വരെയാണ് ദിലീപിന്റെ റിമാൻഡ് കാലാവധി. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ദിലീപ് ജാമ്യാപേക്ഷ സമർപ്പിക്കും. ഇനി ഇതിന്റെ അടുത്ത നടപടികൾ ഉണ്ടാവുക ദിലീപിന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ തിങ്കളാഴ്ചയാണ് ഉണ്ടാവുക. അതുവരെ ദിലീപ് ആലുവ സബ് ജയിലിലായിരിക്കും. ഈ മാസം 25 വരെയാണല്ലോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത് ദിലീപിനെ. കസ്റ്റഡിയിൽ വേണമെങ്കിൽ പോലീസിന് ആവശ്യപ്പെടാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇനിയും ചോദ്യം ചെയ്യൽ തുടർ നടപടികൾ അങ്ങനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുമോ ഇനിയും പോലീസ്? പോലീസിന് 25-ന് ഇടയിൽ എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാവുന്നതാണ്. ഇതുവരെ ഇന്ന് 5 മണി വരെ ദിലീപിനെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു മൊഴികൾ ലഭിക്കുകയും പോലീസ് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് മറ്റു പ്രതികളെ വിളിപ്പിക്കാം, ഇവരെ ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം. ഈ കിട്ടിയ തെളിവുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ മൊഴികൾ സംബന്ധിച്ച് ദിലീപിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അടുത്ത 25-നിടയിൽ ദിലീപിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാവുന്നതാണ്.
ഒരുപക്ഷെ ഇനി ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ജാമ്യം ദിലീപിന് നൽകരുത്, ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ ദിലീപ് സമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ദിലീപിന് ജാമ്യം നൽകരുത് എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. അതിലായിരിക്കും ഇതുവരെയുള്ള ദിലീപിനെ കുറ്റം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അടുത്ത തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ വരുമ്പോൾ വളരെ നിർണായകമാണ്. അരുൺ, ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ അറസ്റ്റുകൾ കൂടി നടക്കേണ്ടതുണ്ടല്ലോ. അതായത് അപ്പുണ്ണിയും ദിലീപിന്റെ പ്രതീഷ് ചാക്കോയും അടക്കമുള്ളവർ ഒളിവിലാണ്. ആ അന്വേഷണം അതെങ്ങനെയാണ് നിലവിൽ പോലീസ് നടത്തുന്നത്? അതിന്റെ സൂചനകൾ എന്താണ്? പ്രതീഷ് ചാക്കോയുടെ ഇടപെടൽ സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പൾസർ സുനി കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയെ പ്രതീഷ് ചാക്കോയ്ക്ക് പരിചയപ്പെടുത്തിയത്, അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ പരിചയപ്പെടുത്തിയത് ദിലീപാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതീഷ് ചാക്കോയോട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ തനിക്ക് അഭിഭാഷകൻ എന്ന നിലയിൽ ചില പരിരക്ഷകളുണ്ട്, അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാതിരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതീഷ് ചാക്കോ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ആ ഹർജി തള്ളുകയായിരുന്നു. അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായത്. ആ സാഹചര്യത്തിൽ ഏത് സംഭവം പ്രതീഷ് ചാക്കോയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ കേസിന്റെ കൃത്യം നടന്നതിന് ശേഷം പ്രതീഷ് ചാക്കോയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് പോലീസിന് വളരെയേറെ സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായ മൊബൈൽ ഫോൺ ഒളിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ സംബന്ധിച്ചുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിനും പ്രതീഷ് ചാക്കോയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ എന്ന നിലയിൽ നിയമോപദേശം നൽകാൻ മാത്രമേ പ്രതിക്ക് നിയമോപദേശം നൽകാൻ മാത്രമേ അഭിഭാഷകന് അവകാശമുള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്ന് അവിഹിതമായി കേസിൽ ഇടപെടുകയോ പ്രതികളെ വഴിവിട്ട് സഹായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന് അനുമതി നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൽ നിർണായകമായ ഒരു വ്യക്തി അപ്പുണ്ണിയാണ്. സുനിൽ രാജ് എന്ന അപ്പുണ്ണി ദിലീപിന്റെ മാനേജറാണ് അപ്പുണ്ണി. ഇദ്ദേഹം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് സംബന്ധിച്ച് പോലീസിന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി പ്രതീഷ് ചാക്കോയ്ക്ക് സമാനമായി ഈ കുറ്റകൃത്യം ഒളിപ്പിക്കുന്നതിലും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലും ഇയാൾക്ക് വലിയ പങ്കുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതേസമയം കേസിൽ ജയിലിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന വിഷ്ണു ആദ്യഘട്ടത്തിൽ വിളിച്ചത് മാനേജർ അപ്പുണ്ണിയായിരുന്നു. ഈ പരാതി ഇത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് കാണിച്ചുകൊണ്ടാണ് ദിലീപ് DGPക്ക് ഏപ്രിൽ 20 പരാതി നൽകിയത്. ഈ കേസിൽ ഏറെ നിർണായകമാണ് ഇത്തരത്തിൽ ഒരു പരാതി. ദിലീപ് കാണിച്ച ഒരു അതിബുദ്ധിയാണെന്നാണ് നിയമവൃത്തങ്ങളുടെ വിലയിരുത്തൽ. അതായത് ദിലീപ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകിയിട്ടുണ്ടെന്നും 1.5 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പോലീസിന് തെളിയിക്കാൻ ഈ അപ്പുണ്ണിയുടെ ഫോൺ കോളുകൾ പ്രധാനമാകും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പുണ്ണി എവിടെയാണെന്നോ അപ്പുണ്ണിയെ പോലീസ് കസ്റ്റഡിയിലാണെന്നോ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതീഷ് ചാക്കോയെയും അതോടൊപ്പം തന്നെ അപ്പുണ്ണിയെയും പോലീസിനെ ചോദ്യം ചെയ്യേണ്ട ആ നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. ഏതായാലും ആലുവ സബ് ജയിലിൽ ദിലീപ് എത്തിക്കഴിഞ്ഞു. അടുത്ത തിങ്കളാഴ്ച വരെ ഇവിടെ തുടരും. അതിനുശേഷം ദിലീപ് ഈ നികേഷ്, ഈ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ. ഈ ദിലീപിന്റെ വീട്ടിൽ നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസ് എത്തിയത്. ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയിട്ടുണ്ട്, അത് ദിലീപിന്റെ കൈവശമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് കേൾക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ നിർണായക തെളിവായ ഫോണും അതോടൊപ്പം തന്നെ മെമ്മറി കാർഡും പോലീസിന് കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ലക്ഷ്യയിൽ, അതായത് കാവ്യ മാധവിന്റെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായി ലക്ഷ്യയിൽ ഏൽപ്പിച്ചതായി പൾസർ സുനി മൊഴി നൽകിയിരുന്നു. അതായത് കൃത്യം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 18 ലക്ഷ്യയിൽ പൾസർ സുനി ഏൽപ്പിച്ചതായി പോലീസിനോട് പൾസർ സുനി വിവരം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ചോദ്യം ചെയ്യലിൽ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫോൺ കൈവശമുള്ളത്, അതായത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കൈവശമുള്ളത് ദിലീപിന്റെ പക്കലാണെന്നാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. അതുകൊണ്ട് തന്നെ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു റെയ്ഡ് നടന്നതായി നമുക്ക് വിവരം ലഭിക്കുന്നില്ല. കാരണം ആലുവയിലെ വീട്ടിൽ അത്തരത്തിൽ ഒരു റെയ്ഡ് നടന്നിട്ടില്ലെന്നാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കിയത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടക്കുന്നു എന്ന വാർത്ത വന്ന ഉടൻ തന്നെ
ആലുവ പാലസിന് സമീപമുള്ള ദിലീപിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ 2 പോലീസുകാരുണ്ടായിരുന്നു. അതായത് അവിടെ പാറാവിനായി നിയോഗിച്ച 2 പോലീസുകാരായിരുന്നു. കാരണം ദിലീപ് നികേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ദിലീപിന് ജാമ്യം നിഷേധിച്ച സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഇപ്പോൾ സബ് ജയിലാണ് അദ്ദേഹം ഉള്ളത്. തിരിച്ച് സബ് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 25 വരെ അവിടെ തന്നെ തുടരും. വേണമെങ്കിൽ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ തുടർ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമോ എന്ന കാര്യം അറിയില്ല. ഇക്കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ സാധിക്കുക. സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് നിലവിൽ. സാലി, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. അരുൺ, ഇപ്പോൾ ഏതായാലും നികേഷ് സൂചിപ്പിച്ചതുപോലെ തിരികെ ദിലീപിനെ ആലുവ സബ് ജയിലിൽ എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി അയാൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ചോദ്യം ചെയ്യൽ മുറയ്ക്ക് നടന്നു. ഇനി ചോദ്യം ചെയ്യൽ തൽക്കാലമില്ല. ദിലീപിനെ ചോദ്യം ചെയ്യലില്ല. ഇനി മറ്റന്വേഷണങ്ങളിലേക്കാണ് പോലീസിന് കടക്കേണ്ടത്. ദിലീപിനെ ഈ കേസിൽ കൂടുതൽ പങ്കാളിത്തം, ഗൂഢാലോചനയിലടക്കം പങ്കാളിത്തം തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അപ്പുണ്ണി, പ്രതീഷ് ചാക്കോ തുടങ്ങിയവരിൽ നിന്ന് ചില വിവരങ്ങൾ അറിയണം. അതിന് പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഈ ഗൂഢാലോചനയിലടക്കം പങ്കാളിയായ ദിലീപിനെ സഹായിച്ച മാനേജർ അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരം ചില ഘട്ടങ്ങളിലേക്കാണ് പോലീസിന് ഇനി കടക്കേണ്ടത്. പോലീസിന് ഇതിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളൊക്കെ വലിയ പ്രശംസ സമൂഹത്തിൽ പിടിച്ചുപറ്റിയിട്ടുണ്ട്. കാരണം ഈ കേസ് തുടക്കം മുതൽ പോലീസ് കൃത്യമായി അന്വേഷിക്കുകയും യഥാർത്ഥ ഗൂഢാലോചനക്കാരിലേക്ക് എത്തിക്കാനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു വിജയമായിരുന്നു. അതിൻ്റെ അവസാന പടിയാണ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു. അതിൽ വാദം നടന്നു. പക്ഷേ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി അതിനെ എതിർത്തു. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ സീൽ വെച്ച CD കേസ് ഡയറി ഹാജരാക്കുകയായിരുന്നു. അങ്ങനെ കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം പോലീസിന് ലഭിച്ച എല്ലാ തെളിവുകളും അതിൻ്റെ പ്രാമുഖ്യവും എല്ലാം കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അങ്ങനെ സ്വാഭാവികമായും ഈ ആദ്യഘട്ടത്തിൽ ഒരു വലിയ വിജയം പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പോലീസും നേടിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി അടുത്ത ഘട്ടമാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ സ്വാഭാവികമായും പോലീസിന് ഈ അപ്പുണ്ണി ഉൾപ്പെടെയുള്ളവരെ പിടികൂടി കൂടുതൽ ചോദ്യം ചെയ്ത് ഈ കേസ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഗൂഢാലോചന അടക്കൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ചില പ്രക്രിയകൾ അവശേഷിക്കുന്നു. അതിനി വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും നിർണായകമാണ്. ഏതായാലും പോലീസ് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് സമൂഹം. കാരണം ദിലീപിനെ ഇനി ചോദ്യം ചെയ്യുന്ന പ്രക്രിയ തൽക്കാലം നടക്കില്ല. ഇനി മറ്റ് തെളിവുകൾ ശേഖരിക്കാനുള്ള തിരക്കിലായിരിക്കും പോലീസ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ MI മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് അപ്പുണ്ണിക്കായി ശ്രമിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി പ്രതീഷ് ചാക്കോയുടെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നൊരു തീരുമാനമുണ്ടാകും. അതിനുശേഷം കസ്റ്റഡിയിലെടുത്തോ അല്ലാതെയോ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ലക്ഷ്യം. കാരണം പൾസർ സുനിയുടെ മൊഴിയിലുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ അത് അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ താൻ ഏൽപ്പിച്ചിരുന്നു. തൻ്റെ അഭിഭാഷകനായിരുന്നു ദിലീപ് പറഞ്ഞിട്ടാണ് പ്രതീഷ് ചാക്കോയെ കണ്ടത്. സ്വാഭാവികമായും ആ ഫോൺ ദിലീപിൻ്റെ കൈവശം അഭിഭാഷകൻ മുഖേന എത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. പക്ഷേ അത് ദിലീപ് സമ്മതിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ അത് തെളിയിക്കാനുള്ള ഇനി ഏക കണ്ണി ഈ പ്രതീഷ് ചാക്കോ എന്ന അഭിഭാഷകനാണ്. ആ അഭിഭാഷകനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി കടക്കാനുള്ള ഒരു കടമ്പ. ഒപ്പം തന്നെ അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്ത് ഈ കേസിൽ പ്രതിപട്ടികയിൽ ചേർത്ത് കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒപ്പം സമാന്തരമായി പ്രതിഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നടപടി സ്വാഭാവികമായും ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് K. രാംകുമാർ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തിങ്കളാഴ്ച തന്നെ അപ്പീൽ സമർപ്പിക്കും. തിങ്കളാഴ്ച ഹൈക്കോടതി ഇത് ഒരു പക്ഷേ അന്ന് തന്നെ പരിഗണിച്ചേക്കാം. പക്ഷേ വിധി 1-2 ദിവസത്തേക്ക് മാറ്റിവെച്ചേക്കും. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത ഒരു 3-4 ദിവസത്തിനുള്ളിൽ, തിങ്കളാഴ്ച മുതൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു അന്തിമ വിധി പറയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നതുപോലെ അത്ര എളുപ്പമാവില്ല പ്രോസിക്യൂഷന് ഹൈക്കോടതിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എന്ന് ചില ആശങ്കകളുണ്ട്. കാരണം ഗൂഢാലോചന പൂർണ്ണമായും തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഹൈക്കോടതിയിൽ ഭാഗികമായെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിന് സാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതിനകം തന്നെ
കേസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഏറെക്കുറെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, തെളിവുകൾ സമാഹരിച്ചിട്ടുണ്ട്. അത് കേസ് ഡയറിയായി ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിയതുപോലെ തന്നെ ഇനി 2-3 ദിവസം കൂടി ലഭിക്കും. കൂടുതൽ പ്രതികൾ വലയിലാകും, കൂടുതൽ തെളിവുകൾ ലഭിക്കും. അതോടുകൂടി കേസ് ഡയറി വിപുലപ്പെടും. ആ പുതിയ കേസ് ഡയറി സ്വാഭാവികമായും ഡയറി ഹൈക്കോടതിക്ക് മുമ്പിലെത്തുമ്പോഴാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യുവനടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന് അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചു.